നമസ്കാരം. കർണാടകയിലെ പ്രശസ്തമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചുള്ള മറ്റൊരു ആത്മീയ അന്വേഷണത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പ്രഭാതത്തിലെ നേർത്ത മഞ്ഞും ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ആ സുവർണ ശോഭയും നിറഞ്ഞ ശാന്തമായ ഒരു അന്തരീക്ഷം നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ശരിക്കും ആ ഒരു അന്തരീക്ഷത്തിലൂടെയുള്ള ധ്യാനാത്മകമായ ഒരു യാത്രയാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത്. ഒരുപാട് പേർക്ക് കേട്ടുകേൾവിയുള്ള, എന്നാൽ നമ്മളിൽ പലർക്കും ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചില ആത്മീയ സത്യങ്ങളെ വളരെ ലളിതമായി നമുക്കിന്ന് നോക്കാം. നമ്മളിൽ പലരും എപ്പോഴും പറയുന്നതും കേൾക്കുന്നതുമായ ഒരു കാര്യമുണ്ടല്ലേ, അമ്മ വിളിക്കാതെ ആർക്ക് മൂകാംബികയിലെത്താൻ കഴിയില്ല എന്ന്. ശരിക്കും എന്താണ് ഈ വിളിയുടെ അർത്ഥം? വെറുമൊരു ട്രെയിൻ ടിക്കറ്റ് കിട്ടുന്നതോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് അവധി ലഭിച്ച് അവിടെ പോയി വരുന്നതോ ആണോ ഈ വിളി? ഒരിക്കലുമല്ല. ഇതൊരു ഭൗതികമായ യാത്രാവിവരണം മാത്രമല്ല, ഇതൊരു ആഴത്തിലുള്ള ആന്തരിക അനുഭവമാണ്. ഈ വിളിയെന്നത് സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്നു തന്നെ തുടങ്ങേണ്ട ഒരു ആത്മീയ ഉണർവാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹിന്ദു തത്വചിന്തയിൽ ഭക്തി, പ്രപത്തി എന്നീ വലിയ ആശയങ്ങളുണ്ട്. പ്രപത്തി അഥവാ പൂർണ്ണമായ ശരണാഗതി എന്നത് ഈശ്വരാനുഗ്രഹം കഷ്ടപ്പെട്ട് നേടിയെടുക്കുക എന്നതിലുപരി എപ്പോഴും സ്വതന്ത്രമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഈശ്വരാനുഗ്രഹത്തോട്, ആ ഡിവൈൻ ഗ്രേസിനോട് നമ്മൾ എങ്ങനെ ക്രിയാത്മകമായി പ്രതികരിക്കുന്നു എന്നതാണ്. അപ്പോൾ അമ്മ വിളിക്കുന്നു എന്നു പറയുന്നത് സത്യത്തിൽ നമ്മുടെ ആത്മാവ് ഈ അനുഗ്രഹത്തോട് പ്രതികരിക്കുന്നതാണ്. അതിന് നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക തന്നെ വേണം. ഈയൊരു ആന്തരിക യാത്രയെക്കുറിച്ച് പറയുന്നതിനു മുൻപ് അവിടുത്തെ ഭൗതികമായ ചുറ്റുപാടുകൾ കൂടി നമ്മളൊന്നറിയണം. കർണാടകയിലെ പശ്ചിമഘട്ട നിരകളുടെ, പ്രത്യേകിച്ച് കുടജാദ്രി മലനിരകളുടെ താഴ്വരയിലാണ് ഈ പുണ്യഭൂമി സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയും ഈശ്വരനും ഒന്നാകുന്ന ഈയൊരു ശാന്തമായ ഇടത്തുനിന്നാണ് നമ്മുടെ ബാഹ്യമായ തീർത്ഥാടനം ആരംഭിക്കുന്നത്. കുടജാദ്രി മലനിരകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. രാമായണത്തിലെ ലക്ഷ്മണനു വേണ്ടി ഹനുമാൻ കൊണ്ടുവന്ന സഞ്ജീവനി മലയുടെ ഒരു ഭാഗമാണെന്നാണ് വിശ്വാസം. അവിടെ 64ഓളം അപൂർവ ഔഷധസസ്യങ്ങളുണ്ട്. ഈ മലനിരകളിൽ നിന്നും ഉദ്ഭവിച്ച് അറബിക്കടലിന് സമാന്തരമായി ഒഴുകുന്ന പുണ്യനദിയാണ് സൗപർണിക. ഈ ഔഷധങ്ങളെ തഴുകിവരുന്ന സൗപർണികയിലെ സ്നാനം ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്നു. അതുപോലെ തന്നെ പണ്ട് മുനിമാർ തപസ്സനുഷ്ഠിച്ചിരുന്ന ചിത്രമൂല ഗുഹയും ഇവിടെയുണ്ട്. ഈ പ്രകൃതിദത്തമായ ചുറ്റുപാടുകൾ ഒരു ഭക്തന്റെ മനസ്സിനെ ആത്മീയമായ ശാന്തതയിലേക്ക് ശാരീരികമായി തന്നെ ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ക്ഷേത്രത്തിന് പിന്നിലെ പുരാണ കഥ എന്താണെന്ന് നോക്കാം. ഒരിക്കലും മരണം സംഭവിക്കരുത് എന്ന് വരം നേടാൻ തപസ്സു ചെയ്ത കംഹാസുരൻ എന്ന അസുരന്റെ കഥയാണിത്. ലോകരക്ഷയ്ക്കുവേണ്ടി ദേവി അവനെ വരം ചോദിക്കാൻ കഴിയാത്ത വിധം മൂകൻ അഥവാ സംസാരശേഷിയില്ലാത്തവനാക്കി മാറ്റി. ഇത് കാരണം കോപിഷ്ഠനായ ആ മൂകാസുരൻ ദേവന്മാർക്ക് നേരെ ആക്രമണത്തിന് മുതിരുകയും ഒടുവിൽ ദേവി സകല ശക്തിയുമാർജിച്ച് അവനെ നിഗ്രഹിച്ച് മൂകാംബികയായി മാറി എന്നുമാണ് ഐതിഹ്യം. പക്ഷേ ഇവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കഥയ്ക്ക് വളരെ ആഴത്തിലുള്ള ദാർശനികമായ ഒരർത്ഥമുണ്ട്. ഈ മൂകാസുരൻ സത്യത്തിൽ ഒരു രാക്ഷസൻ മാത്രമല്ല, അതൊരു രൂപകമാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ശബ്ദമുണ്ടാക്കുന്ന, നാശത്തിന് കാരണമാകുന്ന അഹംഭാവത്തെ, അതായത് നമ്മുടെ ഈഗോയെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആ ഈഗോയെ നമ്മൾ എപ്പോഴാണോ നിശബ്ദമാക്കുന്നത്, അപ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ വിവേകവും ഈശ്വരനുമായുള്ള ബന്ധവും ഉണരുകയുള്ളൂ. എന്തൊരു മനോഹരമായ ചിന്തയാണല്ലേ! ഇവിടെയാണ് ആദിശങ്കരാചാര്യരുടെ പങ്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ അദ്വൈത ദർശനങ്ങൾ ഈ ഭൗതിക ക്ഷേത്രത്തെയും ആത്യന്തികമായ ഭക്തിയെയും തമ്മിൽ വളരെ മനോഹരമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഒരു ഗുരുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വിവേകം ലഭിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ സ്വാധീനം നിങ്ങളിൽ നിന്ന് പതുക്കെ ഇല്ലാതാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് തന്നെയാണ് ശരിക്കും മൂകാംബിക ദർശനത്തിന്റെ കാതലും. ആദിശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട് ആ പ്രസിദ്ധമായ കഥ നമ്മളിൽ പലർക്കും അറിയാമായിരിക്കുമല്ലേ? ദേവിയെ തന്റെ നാടായ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. താൻ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് എന്ന വ്യവസ്ഥയിൽ ദേവി അദ്ദേഹത്തെ അനുഗമിക്കാൻ തയ്യാറായി. എന്നാൽ യാത്രയ്ക്കിടയിൽ ദേവിയുടെ പാദസരത്തിന്റെ ശബ്ദം കേൾക്കാതെയായപ്പോൾ പെട്ടെന്ന് സംശയം തോന്നി അദ്ദേഹം തിരിഞ്ഞു നോക്കുകയും ആ നിമിഷം ദേവി അവിടെ, അതായത് കൊല്ലൂരിൽ തന്നെ സ്ഥിരമായി കുടികൊള്ളുകയും ചെയ്തു എന്നാണ് വിശ്വാസം. നമ്മുടെ വിശ്വാസത്തിലുള്ള ചെറിയൊരു ചാഞ്ചാട്ടം പോലും എത്ര വലിയ മാറ്റങ്ങളുണ്ടാക്കും എന്നതിന്റെ ഉദാഹരണമാണിത്. ഇതൊക്കെ കൊണ്ടുതന്നെയാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ സ്വയംഭൂ ജ്യോതിർലിംഗത്തിന് ഇത്രയും പ്രത്യേകതയുള്ളത്. ആ ലിംഗത്തെ ഒരു സ്വർണവര അഥവാ സുവർണരേഖ രണ്ടായി തിരിക്കുന്നുണ്ട്.
ഇതിന്റെ ഇടതുവശം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ത്രിദേവിമാരെയും, അതായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപരമായ ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. വലതുവശമാകട്ടെ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നീ ത്രിമൂർത്തികളെയും, അതായത് പരമമായ ബോധത്തെയും പ്രതിനിധീകരിക്കുന്നു. പ്രവർത്തനത്തിന്റെയും അവബോധത്തിന്റെയും തികഞ്ഞ പ്രപഞ്ച സന്തുലിതാവസ്ഥയാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഈ സ്വയംഭൂ ലിംഗത്തിന് പിന്നിലായി ആദിശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ഭഗവതിയുടെ അതിമനോഹരമായൊരു വിഗ്രഹമുണ്ട്. സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, ഈയം എന്നീ പഞ്ചലോഹങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പത്മാസനത്തിലിരിക്കുന്ന ദേവിയുടെ മുകളിലെ കൈകളിൽ ശംഖും ചക്രവുമുണ്ട്. താഴെയുള്ള കൈകൾ അഭയമുദ്രയും വരദമുദ്രയും കാണിക്കുന്നു. ഇത് നമ്മളെപ്പോലുള്ള ഭക്തർക്ക് നൽകുന്ന സമ്പൂർണമായ ആത്മീയ അഭയത്തെയും അറിവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഹിന്ദുധർമ്മത്തിലെ സമ്പൂർണ്ണ ശരണാഗതി എന്ന മഹത്തായ ആശയം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മളെ സംരക്ഷിക്കാൻ ഈശ്വരൻ തന്നെയാണ് ഉപായവും ഉഭയവും. രക്ഷയിലേക്കുള്ള മാർഗവും നമ്മൾ എത്തിച്ചേരേണ്ട ആത്യന്തികമായ ലക്ഷ്യവും ഈശ്വരൻ തന്നെയാണ് എന്ന് ചുരുക്കം. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, എല്ലാം അവനിൽ സമർപ്പിച്ചാൽ മതി എന്നാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെ നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം നമ്മൾ ബോധപൂർവം ഈശ്വരനിൽ സമർപ്പിക്കുമ്പോൾ ഭക്തിയുടെ യഥാർത്ഥ സന്തോഷവും ആനന്ദവും എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഈശ്വരനുമായി എപ്പോഴും ആനന്ദകരമായ ഒരു സമ്പർക്കം നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അവിടെ ഉത്കണ്ഠകൾക്കോ ഭയത്തിനോ യാതൊരു സ്ഥാനവുമില്ല കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. കർണാടകയിലേക്ക് യാത്ര ചെയ്യുന്നതും സൗപർണിക നദിയിൽ കുളിക്കുന്നതും അവിടെ പോയി പൂജകൾ നടത്തുന്നതുമൊക്കെ നമ്മൾ ചെയ്യുന്ന ബാഹ്യമായ തീർത്ഥാടനങ്ങളാണ്. പക്ഷെ അതുമാത്രമാണോ പൂർണ്ണത? അല്ല. അതിനോടൊപ്പം നമ്മുടെ അഹംഭാവം വെടിഞ്ഞ് മനസ്സിനെ ഏകാഗ്രമാക്കി ഉള്ളിൽ ശാന്തത കണ്ടെത്തുന്നതാണ് യഥാർത്ഥ ആന്തരിക തീർത്ഥാടനം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തീർച്ചയായും തിരിച്ചറിയണം. യഥാർത്ഥ ഉണർവ് സംഭവിക്കുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലാണ്. ഇന്നത്തെ ആധുനിക മനഃശാസ്ത്രം പോലും ഇത്തരം തീർത്ഥാടനങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നറിയാമോ? ഇത് നമ്മുടെ ജീവിതത്തിന് വലിയൊരു ലക്ഷ്യബോധം നൽകുന്നുണ്ടത്രേ. വ്യക്തിപരമായ വളർച്ചയ്ക്കും വൈകാരികമായ ശുദ്ധീകരണത്തിനും ഇത് സഹായിക്കുന്നു. കൂടാതെ ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ അനുഭവിക്കുന്ന മാനസികമായ ഉത്കണ്ഠകളെ ഇത് ഗണ്യമായി കുറയ്ക്കുന്നുമുണ്ട്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സമന്വയിപ്പിച്ച് ഒരു പൂർണ്ണമായ മാനസിക സൗഖ്യം നൽകാൻ ഇത്തരം ആത്മീയ യാത്രകൾക്ക് കഴിയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്തു നോക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും അല്പനേരമൊന്ന് ശാന്തമായിരിക്കുക, നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക, ആ അഹംഭാവം അഥവാ ഈഗോ ഇല്ലാതാവുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെയും നിങ്ങളുടെ ആത്മീയമായ കണ്ടെത്തലുകളെയും ഒരു ചെറിയ ഡയറിയിൽ എഴുതി സൂക്ഷിക്കുക. ഇതൊരു വളരെ മികച്ച പരിശീലനമാണ്. നിങ്ങളുടെ ആന്തരിക യാത്രയെ അടയാളപ്പെടുത്താൻ ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കും. നമ്മൾ ഈ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് കടക്കാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ ഈശ്വരബന്ധമെന്നത് കേവലം എവിടേക്കെങ്കിലുമുള്ളൊരു ഭൗതിക യാത്രയിലല്ല ഇരിക്കുന്നത്, മറിച്ച് നമ്മുടെ ആത്മാർത്ഥമായ ആന്തരിക ഭക്തിയിലാണ്. ആ ക്ഷേത്രം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. നിങ്ങൾ ലോകത്തിന്റെ ഏതു കോണിലായിരുന്നാലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായും മൂകാംബിക അമ്മയുടെ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തും. അവസാനമായി എനിക്ക് നിങ്ങളോട് ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ആ വിളി കേൾക്കാൻ പാകത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ കോലാഹലങ്ങളെ ശാന്തമാക്കിയിട്ടുണ്ടോ? കൂടുതൽ ചിന്തിക്കാനും നിങ്ങളുടെ സ്വന്തം വിശ്വാസങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനുമുള്ളൊരവസരമായി ഇതിനെ കണ്ട് ഇന്നത്തെ ഈ അന്വേഷണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആന്തരിക യാത്രകൾ കൂടുതൽ മനോഹരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം.